ചേട്ടാ നമസ്കാരം. ഇത് എത്ര മണിക്ക് ഇറങ്ങും രാവിലെ ലോട്ടറി ആയിട്ട്? ലോട്ടറിക്ക് കാലത്ത് 4 മണിക്ക് വരും. 4 മണിക്ക് വരുമോ? 2 മണിക്ക് പോകും. രാവിലെ 4 മണി മുതൽ 2 മണി വരെ. എത്ര ലോട്ടറി ഒരു ദിവസം വിൽക്കും? 85 ലോട്ടറി വിൽക്കും. 85 ലോട്ടറി വിൽക്കും അല്ലെ? ഈ ചൂടത്ത് ആൾക്കാരുടെ പിന്നാലെ നടന്നത് വിൽക്കണം അല്ലേ? നമ്മളെ ജീവിതം ഓടുകയുള്ളൂ. എത്ര പേരുണ്ട് വീട്ടില്? വീട്ടില് 7 പേരുണ്ട്. ഇതുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന എത്ര പേരുണ്ട്? അത് ഞാനും വേറൊരു കൊച്ചുണ്ട്. വേറൊരു കൊച്ചെന്ന് പറയുന്നത് മോളുടെ മോളാ? കൊച്ചു. എത്ര വയസ്സുണ്ട്? 18 വയസ്സ്. 18 വയസ്സ്. അതിനെ നോക്കണം നമ്മള്. അതിനെ നോക്കണം. കാല് വയ്യാത്ത എന്നെ പോലെ കാല് വയ്യ. കാല് വയ്യ അമ്മയ്ക്കും? കാല് വിടുന്ന് വയ്യ. നോക്കൂലേ? ആട്ട പിടിച്ചാണ് വല്ലയിടത്തൊക്കെ പോകുന്നത്. ഒരു ദിവസം പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ആ ദിവസത്തെ വരുമാനമില്ല. ഇവിടെ വന്ന് അവിടെയൊക്കെ ഇരിക്കും. കോവിലിടയിൽ കസേരയിട്ടിരിക്കും. ആണല്ലേ? എത്ര വർഷമായിട്ട് വിൽക്കുന്നു? ഞാൻ 15 വർഷം കൊണ്ട്. 15 വർഷമായിട്ട് ലോട്ടറി മേഖലയിൽ സർക്കാർ മാറണമെന്നൊരു അഭിപ്രായം ഉണ്ടായി. അതുണ്ട്. എന്തുകൊണ്ട് മാറണം ചേച്ചി? അതേ പ്രൈസ് ഇല്ല, ജനങ്ങൾക്ക് ഒരു പൈസ കിട്ടുന്നില്ല, മറ്റുള്ള ഒരുപാട് സൗകര്യം. ഇതാണ് ചേച്ചിയുടെ ഒരു അഭിപ്രായം. അപ്പം ഇതാണ് അവസ്ഥ അല്ലേ? ഓക്കെ, ഇത് പൊതുവേ ശരി ചേച്ചി. ലോട്ടറിയില് വിൽക്കുന്ന ജീവനക്കാരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അവർക്ക് പ്രൈസ് അടിക്കുന്നില്ല എന്നുള്ളത്. നമസ്കാരം ചേട്ടാ, എങ്ങനെയുണ്ട്? വെക്കേഷൻ സീസണാണ്, ഇനിയിപ്പോ ഓട്ടത്തോട് ഓട്ടം ആയിരിക്കുമല്ലോ? ഓട്ടം വളരെ കുറവാണ്. ഈ യൂബറൊക്കെ വന്നതിന് ശേഷം പൊതുവെ കുറവാണ്. ഇപ്പൊ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. അതും കൂടെ അപ്പം ഓട്ടം നമ്മള് ടാക്സ് ഒക്കെ അടച്ച് ഓടണതാണ്. ഊബർ ബൈക്കും കൂടി ഇറക്കി കഴിഞ്ഞു. അതുകൊണ്ട് വളരെ വളരെ കുറവാണ്. ആണല്ലേ? രാവിലെ എത്ര മണിക്ക് വന്ന് കിടക്കുന്നത് ഇവിടെ? രാവിലെ 5 മണിക്ക് വരും. 5 മണിക്ക് വരും. ഇപ്പൊ എത്ര ഓട്ടം കിട്ടി കാണും? ഓട്ടം ഒന്നും കിട്ടിയില്ല. 80 പേരുടെ ഓട്ടം കിട്ടി. 5 മണിക്ക് വന്നിട്ട് ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. 4 മണിക്കൂറുകൊണ്ട് 80 രൂപ കിട്ടിയുള്ളൂ. 80 രൂപയുടെ ഓട്ടം കിട്ടിയുള്ളൂ. അതിനകത്ത് പെട്രോൾ പോയി കഴിഞ്ഞ് ബാക്കി കിട്ടുന്നത് 40 രൂപ. ഗ്യാസാണ്. വലിയ കുഴപ്പമില്ല. എന്നാലും കൂടി CNG 2 രൂപ 50 പൈസ കൂടി, മറ്റേതിന് LPG 7 രൂപ 50 പൈസ കൂടി. എന്താ നമ്മുടെ എന്താണ് ഈ മണ്ഡലത്തിലെ അവസ്ഥ? എന്തിന് മണ്ഡലത്തിന്റെ അവസ്ഥ? തിരുവനന്തപുരം സെൻട്രലാണെങ്കിൽ കർമ്മജയം ചെയ്യും. കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികളും കറക്റ്റ് വോട്ട് പിടിച്ചാൽ, മറിച്ചു കൊടുത്തില്ലെങ്കിൽ, ഡീലില്ലെങ്കിൽ, ഡീൽ അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് പറയാനാണ് സാധ്യത? അങ്ങനെ പറയാനില്ല. അവര് ആത്മാർത്ഥമായിട്ട് ഈ പാർട്ടിക്കാരെല്ലാം വോട്ട് ചെയ്യുമെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം കാണും. CP ജോണും അദ്ദേഹം കൂടെ ആയതുകൊണ്ടാണ്. നേമത്താണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും. നേമത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ. ഇവിടെ എന്തൊരു അവസ്ഥ? ഇവിടെ LDF വരും. ഈ സുധീർ നല്ല കാൻഡിഡേറ്റ് തന്നെ ജയിക്കാൻ സാധ്യത ഉണ്ട്. 3 കാൻഡിഡേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളത് അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും ആണോ? പക്ഷെ CP ജോണുണ്ട്. CP ജോൺ നല്ല പിടിക്കുന്നില്ലേ? നമ്മുടെ കരമന ജനകീയനല്ലേ? കൂടെ നടന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇന്നുവരെ എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ കരമന ചെയ്യുന്ന ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണെന്ന് കേട്ടു. ബന്ധം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ വോട്ട് കരമന സുധീറിനെ വരുള്ളൂ. കരമന സുധീറിനെ വരത്തുള്ളൂ അല്ലെ? സർക്കാർ മാറണമെന്നൊരു അഭിപ്രായം ഉണ്ടാ? തീർച്ചയായും. BJP കാരനടുത്ത് പിന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മാറണമെന്നല്ലേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ അത് വേറെ ഡീലാവും. മാറിയേ പറ്റൂ അല്ലെ? എന്താ അവസ്ഥ? മാറണം. നമ്മൾ തന്നെ തുടരും. അത് എന്തൊരു കാര്യം അങ്ങനെ പറഞ്ഞു? കാരണം കുറെ മാറ്റങ്ങളുണ്ട്. ഇപ്പോഴത്തന്നെ എന്തൊക്കെ കാര്യങ്ങൾ. ചേട്ടന്റെ ഈ ഓട്ടോ പണ്ട് കുണ്ടും കുഴിയിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോ ഇപ്പൊ നല്ല റോഡിൽ കൂടെ ഓടണില്ലേ? റോഡാക്കി ഇപ്പൊ കിഫ്ബിയുടെ പൈസ അതൊക്കെ എടുത്തിട്ട് ബാക്കി ആൾക്കാരെ പറ്റിയാലും നല്ല റോഡല്ലേ? അത് ചെയ്തില്ലല്ലോ. ഇത് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തില്ല. ഈ ആയുഷ്മാൻ പദ്ധതി ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ. ആയുഷ്മാൻ പദ്ധതി കൊണ്ടുവന്നില്ല. പിന്നെ ഈ സ്കൂൾ കെട്ടിടം 80 വയസ്സ് കഴിഞ്ഞവർക്ക് തീർച്ചയായും സൗജന്യ ചികിത്സ എല്ലാം ഉണ്ട്. അത് ചെയ്യൂല എന്ന് പറയുന്ന ഒരു ഒറ്റ സർക്കാരേ ഉള്ളൂ, കേരള സർക്കാർ. എന്തായാലും മാറണമെന്നാണ്. പിന്നെ മാറിയേ പറ്റൂ. ഓക്കെ, അപ്പൊ മാറണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. സർക്കാർ എന്തിനു മാറണം? ഇവിടെ ഇതൊക്കെ കൊണ്ടുവന്നത് ഈ 10 വർഷത്തിനുള്ളിലാണ്. ഇതിന് മുമ്പുള്ള റോഡാവട്ടെ, ട്രാൻസ്പോർട്ട് ആവട്ടെ, ഇത് ആർക്കും അറിഞ്ഞുകൂടാത്തത്. ശരിയല്ലേ? ഒരു മാറ്റം വേണം. പക്ഷെ അപ്പൊ ഈ റോഡ് വീണ്ടും കുണ്ടും കുഴിയായ എന്ത് ചെയ്യും? അല്ല, ഇനി ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആവണമെങ്കിലും പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടാ ഈ സർക്കാർ പോയാ? കിട്ടുമെന്ന് ഇപ്പൊ വാഗ്ദാനം പറഞ്ഞിരിക്കല്ലേ? അത്രേ പറയുന്നുള്ളൂ. പെൻഷന്റെ കാര്യത്തിൽ വാഗ്ദാനമല്ലേ? പെൻഷൻ കിട്ടുന്നവർക്ക് അറിയാം അത് കിട്ടുന്നുണ്ടെന്ന്, മുടക്കമില്ലാതെ കിട്ടുന്നുണ്ടെന്ന്. ഇതൊക്കെ പോട്ടെ, ഇതിനൊക്കെ നയിച്ചുകൊണ്ട് നടക്കാൻ ഇത്രയും പേരെ കൊണ്ട് ഒരു കമാൻഡിംഗ് പവറുള്ള ആൾ ഈ പാർട്ടിയിലല്ല, പിണറായി അല്ല, മറ്റാരാ? പിണറായി അല്ലാതെ വേറെ ആരും ഉണ്ടെന്നാണ്. അത് വരട്ടെ, വരുമ്പോൾ നമസ്കാരം. എവിടുന്നാണ്? നമസ്കാരം, ഞാൻ വരുന്നത് ഐരാണിമുട്ടം ഹോമിയോ കോളേജിന്റെ അവിടെ. എന്താ ഇവിടുത്തെ ഒരു മണ്ഡലത്തിലെ അവസ്ഥ? രാഷ്ട്രീയ ചിത്രം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടും സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്കും എല്ലാം ഗുണപരമായ കാര്യമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാറണ്ട, 3-ാം മുഴുവൻ വന്നേ പറ്റൂ. എന്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നു. 3000 രൂപ കോൺഗ്രസ് വന്നാൽ കൊടുക്കും. 3000 രൂപ കോൺഗ്രസ് വന്നാലും അത് കൊടുക്കുമെന്നാണ് അവര് പറയുന്നത്. കൊടുത്താൽ കൊടുക്കട്ടെ, കുഴപ്പമില്ല. ഇത് 60 രൂപ തുടങ്ങിയതാണ് UDF സർക്കാരിന്റെ കാലത്ത്. അത് ഇപ്പോഴ് 2000-ലാക്കി. ഇത് കൃത്യമായിട്ട് ഇതുവരെ നമ്മളൊക്കെ ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്തു എന്നാണ്. അതാണ്, അത് തന്നെയാണ്. അല്ലേ? അപ്പൊ മാറണ്ട. മാറണ്ട. പക്ഷെ അമ്മ മാറേണ്ടതാണ് ചേട്ടൻ പറയണത്.
ചേച്ചി പറഞ്ഞത് മാറണമെന്നാണ്. പെൻഷൻ കിട്ടണം. ചേച്ചി എന്തിനു മാറണ്ടേ? എന്തിനു മാറുന്നത്? എനിക്കിതൊന്നും അറിഞ്ഞൂടെ സാറേ എന്റെ ജീവിതം. ഓക്കെ.